അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷയിൽ 5-ാം തരത്തിലെ തജ്വീദിൽ നിന്ന് ലിസാനുൽ ഖുർആനിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. 2 പരീക്ഷയും ഒരുമിച്ചായിരുന്നു പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. ഇനി വരുന്ന പൊതുപരീക്ഷയിലും ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 നൂസിലു ബിൽ മുനാസിബി, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ ഹംസത്തുൽ വസിലി തക്വിനുത്തു ഖുർആൻ ഹംസത്തുൽ ഖതഇ യഖ്റഉ. അതിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 1. എല്ലാ ദിവസവും നാം ഓതണം. ആൻസർ ഖുർആൻ. 2. കാനത്തിൽ ഉമ്മു തക്വിനുത്തു. 3. വഖ്ശൗനി എന്നതിൽ ഹംസത്തുൽ വസിലി. 4. ഇന്ന അബി യഖ്റഉ. 5. ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസത്തുൽ ഖതആണ്. സെക്ഷൻ 2 നളഉ അലാമത്ത് സഹീഹി അലൽ മുനാസിബി, ശരിയായതിൻ്റെ അടുത്ത് ശരി എന്നുള്ള അടയാളം ഇടുക. അതിൽ 5 ചോദ്യങ്ങളാണ്. 1. ജുനൈദും വ നബീലുൻ ഖറജ. 2. വഖഫ് ലാസിമിൻ്റെ അടയാളം മീമ്. 3. ജുമാന വ ലബീബത്തുൻ ഖറാത. 4. ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ടു കൂട്ടൽ ഇഷ്മാം. 5. യാ അയ്യുഹൽ ബനാതു ഹൽ സല്ലൈതുന്ന. സെക്ഷൻ 3 നക്തുബുൽ മുസന്ന വൽ ജമ്മു വൽ മുഫ്രദുൽ മുതകല്ലിം, തസ്നിയയും ജമ്മിനെയും എഴുതുക, മുഫ്രദ് മുതകല്ലിമിനെയും എഴുതുക. 1. ദഹബ ദഹബ ദഹബു. 2. തൽഅബീന തൽഅബാനി തൽഅബുന്ന അൽഅബു. സെക്ഷൻ 4 വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം. അൽ വഖഫ് ഔല എന്നുള്ള അതിലേതടയാളമാണ് എഴുതേണ്ടതെന്നാണ് ചോദ്യം. അവിടെ അടയാളം അൽ വഖഫ് ഔല എന്നുള്ളതിൻ്റെ താഴെയുള്ള കോളത്തിൽ അതിൻ്റെ അടയാളം കൊടുക്കുക. 2. വഖഫ് ജായിസ് എന്നുള്ളതിൻ്റെ അടയാളം ജീമാകുന്നു. 3. വഖഫ് മുത്തലഖ് എന്നുള്ളതിന് ത്വാ ആണ്. അൽ വസിൽ ഔല എന്നുള്ളതിൻ്റെ അടയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. വഖഫ് മുജവ്വസ് എന്നുള്ളതിൻ്റെ അടയാളം കൊടുത്തിട്ടുണ്ട്. ലാ തക്കിഫ് എന്നുള്ളതിലുള്ള അടയാളവും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സെക്ഷൻ 5 നുജീബു, ഉത്തരം എഴുതാം. 1. ഖറജു കാനു സഅലു അയ്യു അഫ്ആലിൻ ഹാദിഹി. ഖറജു എന്നുള്ളതും കാനു എന്നുള്ളത് സല്ലു എന്നുള്ളതും സഅലു എന്നുള്ളതും ഏത് ഫീലാകുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ കുല്ലുഹ അഫ്ആലുൻ മാളിയത്തുൻ ലിൽ ജമ്മു മുദക്കർ, ജമ്മു മുദക്കറിൻ്റെ മാളിയായ ഫീലാകുന്നു. 2. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ഏതാകുന്നു? അതിൻ്റെ ആൻസർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറയുക. ഇനി സെക്ഷൻ 6 നുറത്തിബ്, ഓർഡറിലാക്കുക. അവിടെ ഓർഡറിലാക്കുമ്പോൾ അൽ മാഹിറു ഫിൽ ഖുറാനി മാ സഫറത്തിൽ കിറാമിൽ ബററ. രണ്ടാമത്തത് ഓർഡറിലാക്കുമ്പോൾ കതബ്തി കതബ്തുമാ കതബ്തുന്ന കതബ്തു കതബിന. സെക്ഷൻ 7 നുസരിഫു, സർഫാക്കുക. യുഅല്ലിമു യുഅല്ലിമാനി യുഅല്ലിമൂന തുഅല്ലിമു തുഅല്ലിമാനി യുഅല്ലിംന തുഅല്ലിമു തുഅല്ലിമാനി തുഅല്ലിമൂന തുഅല്ലിമീന തുഅല്ലിമാനി തുഅല്ലിംന. ഇതുപോലെയുള്ള ബാക്കി ഫീലുകളായിരിക്കും ചിലപ്പോഴുണ്ടാവുക. അത് വ്യക്തമായി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. സെക്ഷൻ 8 നുബയ്യിനു, വ്യക്തമാക്കാം. 1. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാകുന്നു? അതിൻ്റെ ആൻസർ അബു അബ്ദുറഹ്മാൻ സലമി എന്നുള്ള സഹബിയായിരുന്നു.
2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. 3. മാതാ കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റത്തി. ഹിജറക്ക് മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ യസ്രിബ് എന്നായിരുന്നു. സെക്ഷൻ 9. നുഅരിബ് അറബിയാക്കാം. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ അറബി വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷക്കാലം ജീവിച്ചു. അതിനെ അറബിയാക്കുമ്പോൾ ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീനത്തി 10 സിനീന. സെക്ഷൻ നമ്പർ 10. നുകമ്മിലു പൂർത്തിയാക്കാം. വല്ലുഹ മുതൽ വന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അവിടെ വല്ലുഹ മുതൽ വന്നാസ് വരെയുള്ള എന്നുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് ശേഷമുള്ളത് കൂട്ടിച്ചേർത്തതാണ്. അതേപോലെ ആയിരിക്കും കൂട്ടിച്ചേർക്കാൻ ഉണ്ടാവുക. 2. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് ഇലൽ മദീനത്തി. അവിടെ ഹീന യഖ്ദുമു ഇലൽ മദീനത്തി. ഇനി സെക്ഷൻ 11. നക്തുബുൽ മഅന അർത്ഥം എഴുതുക. ഐക്കല എന്നുള്ളതിൻ്റെ അർത്ഥം ഉണർത്തി. മുസ്തമിഉൻ എന്നുള്ളതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കേട്ടു. സശ്രദ്ധം ശ്രദ്ധിച്ചു കേൾച്ചു. മുസ്തമിഉൻ എന്നുള്ളതിന് ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ എന്നുള്ള അർത്ഥവും കൂടിയുണ്ട്. അവിടെ മുസ്തമിഉൻ എന്നാണ് ചോദ്യമുള്ളത്. ഇതിൻ്റെ ആൻസർ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. ഇതുപോലെയുള്ള മറ്റു വാക്കുകളായിരിക്കും ചിലപ്പോഴുണ്ടാവുക. എല്ലാ ആൻസറുകളും ക്വസ്റ്റ്യനും കൃത്യമായി മനസ്സിലാക്കുകയും പരീക്ഷയിലെ പാഠഭാഗങ്ങൾ നല്ല വിധത്തിൽ വായിക്കുകയും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണമെന്ന് വിദ്യാർത്ഥികളോട് ഉണർത്തിക്കൊണ്ട് പൊതുപരീക്ഷയ്ക്കും മറ്റും എല്ലാവിധ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി തന്നെ നിങ്ങൾ എടുക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് പരീക്ഷയിൽ എല്ലാവിധ വിജയവും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.